ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഹോണർ ഫോണാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ കംപ്ലൈൻറ്റ്, ഗ്ലാസ് മാത്രം പൊട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്ന് കുറേ ആയല്ലോ. അപ്പോൾ ഗ്ലാസ് മാത്രമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ആദ്യം എന്തായാലും നമ്മൾ ബാക്ക് സൈഡത്തെ ഇതൊരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ കറക്റ്റ് ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ തപ്പിയപ്പോൾ ഇത് വീഡിയോ ഇടണം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് വെച്ചപ്പോൾ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് സ്ക്രൂ കാര്യങ്ങളൊക്കെ അഴിച്ചതിന് ശേഷം ഇതിൻ്റെ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീൽഡാണ്, അത് പൊക്കി എടുക്കാൻ നോർമൽ നമ്മൾ ബോർഡൊക്കെ കഴിച്ചെടുക്കുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ചിലതിൻ്റെത്, അതായത് LED ഡിസ്പ്ലേ ഒക്കെ വരുന്ന ചില ഫോണിൻ്റെ താഴെയാണ് ഡിസ്പ്ലേനെ കണ്ടർ വരിക, ചിലത് ഉള്ളിക്കൂട് മുകളിലേക്ക് വരും. ഇത് ഉള്ളിക്കൂട് മുകളിലേക്ക് വരുന്നതാണ്, അതായത് ബാറ്ററിൻ്റെ അടി കൂടി. അതുകൊണ്ട് ബാറ്ററി അതും കഴിച്ചെടുത്തതിന് ശേഷം ആ ഷീറ്റ് മെല്ലെ പറിച്ചെടുക്കുക. എന്നതിന് ശേഷം ആ സെൻറ്ററിൽ വരുന്ന ആ ബ്ലാക്കാണ് ഡിസ്പ്ലേനെ കണ്ടർ, സ്ട്രിപ്പ്. ആ സ്ട്രിപ്പ് നമ്മളിത് അറിയാത്തവർക്കാണ് കേട്ടോ, അറിയുന്നവർക്കല്ലേ, അറിയാത്തവർക്കാണ്. ഇത് കുറേ ആൾക്കാർ അറിയാത്ത ആൾക്കാരും കാണാറുണ്ട് എൻ്റെ വീഡിയോ. അതുകൊണ്ടാണ് അവർക്കും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഈ ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന റിസ്ക് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത്രയും മെനക്കിടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അത് പറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇത് ഗ്ലാസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ചെതറിപ്പോയ മറ്റേ ടച്ച് ഗ്ലാസ് ചൂടാക്കിയിട്ട് അയക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ചെതറിപ്പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കും, അല്ലെങ്കിൽ ഗ്ലാസ് ഒട്ടിക്കും. മറ്റേ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സ്ക്രീൻ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. സ്ക്രീൻ കാർഡ് മാക്സിമം UVൻ്റെ ഗ്ലാസ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നിൽക്കുക. മനസ്സിലുണ്ടെങ്കിൽ ചെതറി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് UVൻ്റെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് ഗ്ലാസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് കിട്ടും. എന്നതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഹീറ്ററിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു 2-3 മിനിറ്റിലേക്ക് ഹീറ്ററിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പേരിങ് അറിയില്ല, നമ്മളിങ്ങനെ പറ്റിച്ചിട്ടിങ്ങനെ വലിക്കുന്ന ആ സാധനം കൊണ്ട് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നൈസ് പേപ്പർ, ഇത് ബാറ്ററീൻ്റെ ഒക്കെ അടിയിൽ സ്റ്റിക്കർ പൊളിക്കുന്നൊരു പേപ്പറാണ്, അതുപോലത്തെ നൈസ് പേപ്പർ എടുത്തിട്ട് ഓരോ സൈഡിൽ കൂടി മെല്ലെ 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 ഇറക്കി കൊണ്ടുവരാം. പെട്ടെന്ന് ഇങ്ങനെ ആക്കുകയല്ല, കട്ടി കൂടുതലൊക്കെ ആക്കുമ്പോൾ ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ ആക്കുക. ചില സെറ്റിനൊക്കെ ഭയങ്കര ഗമ്മ്, എന്താ പറയുക, വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. ചില സെറ്റിനൊക്കെ ഭയങ്കര ഗമ്മായിരിക്കും, ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ മെല്ലെ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടി. എന്നതിന് ശേഷം നമ്മളിത് ടച്ച് ഗ്ലാസിൻ്റെയും ഡിസ്പ്ലേൻ്റെയും സെൻറ്ററിൽ കൂടി നമ്മളൊരു ചെറിയൊരു ഷീറ്റ്, ആ കട്ടി കുറഞ്ഞ ഷീറ്റ് കയറ്റി വെക്കുക. പോളറൈസറിൻ്റെ മുകളിൽ കവർ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ടച്ച് ഗ്ലാസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മെല്ലെ കയറുന്ന പോളറൈസറിൻ്റെ മുകളിൽ കാണാം, അല്ലെങ്കിൽ മറ്റേ ഗമ്മിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അങ്ങനെ ഗമ്മിൻ്റെ അടുത്ത് കയറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഈ ഒരു കമ്പ്യൂട്ടർ സാധനം ഉണ്ടല്ലോ, ഈ സാധനം കൊണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് അധികം പോളറൈസർ കട്ടായി പോകാറുണ്ട്. അപ്പോൾ പോളറൈസർ കട്ടായി പോകാണ്ട് നിൽക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കയറ്റി വെച്ച ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിൻ്റെ അടിഭാഗത്ത് കൂടി എടുക്കുന്ന സമയത്ത് നമ്മൾ പോളറൈസറിൻ്റെ മുകളിൽ കൂടി കട്ടാവാണ്ട് കിട്ടും. ഇത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്യുമൊന്നുമില്ല, പക്ഷേ എക്സ്പെർട്ട് ആയാലും ഇല്ലെങ്കിലും ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോളറൈസർ കട്ടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് മൊത്തം കട്ട് ചെയ്തെടുത്ത് രണ്ടാമത് ഫുള്ള് ക്ലീൻ ചെയ്തിടുക എന്ന് പറയുന്നത് കുറച്ച് പണിയും ഉണ്ട്, കുറച്ച് റിസ്ക് കൂടുതലുമാണ്. ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്തിനാണ് വെറുതെ മെനക്കേടുന്നത് എന്നുള്ള വിചാരിച്ചിട്ടാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല. ചെയ്യേണ്ട കാര്യം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക് ഇല്ല. മറ്റേത് പിന്നെ ചെയ്ത് ശീലമുള്ളവർ പിന്നെ ചെയ്യലുള്ളൂ കേട്ടോ, ഇതുപോലെ ഒന്നും ചെയ്യില്ല, നേരെ ഡയറക്റ്റ് കമ്പി വെച്ചിട്ട് ഇങ്ങനെ വലിക്കലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോളറൈസർ കട്ടാണ്ട് കിട്ടാറുണ്ട്. എന്നതിന് ശേഷം ഇതുവരെ അയച്ച് റിമൂവ് ചെയ്തതിന് ശേഷം ഗമ്മ് കളയും. ഈ ഗമ്മ് കളയുന്ന സമയത്ത് നമുക്ക് മെഷീനെ കൊണ്ട് കളയാം, കൈ കൊണ്ട് കളയാം. മെഷീനെ കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ കൈ കൊണ്ടാകുമ്പോൾ പിന്നെ പൊട്ടാൻ റിസ്ക് ഇല്ല. മെഷീനെ കൊണ്ടാകുമ്പോൾ ചില ആൾക്കാർ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ പൊട്ടാൻ കൂടുതലുണ്ട്. ഇതേപോലെ തന്നെ കൈയിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിലത്ത് നമ്മൾ എന്തെങ്കിലും സ്പോഞ്ച് പോലത്തെ പഞ്ഞി പോലത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ടേബിളിൻ്റെ അവിടെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് കുറച്ച് നമ്മളിങ്ങനെ ടേബിളിൻ്റെ മുകളിലൊക്കെ ചെയ്ത് എയിമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടും, എങ്ങനെ ചെയ്യേണ്ടത്, ഏത് രീതി ചെയ്യുമ്പോൾ പൊട്ടും, ഏത് രീതി ചെയ്യുമ്പോൾ പൊട്ടില്ല എന്നുള്ളത്. അന്നേരം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈമേലേക്ക് എടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടില്ല എന്നുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈമേലേക്ക് എടുക്കും. ഇത് LCD ആയതുകൊണ്ടാട്ടോ. LED-ക്കും ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. മെയിനായിട്ട് പൊട്ടാൻ ചാൻസ് ഉള്ളത് പേപ്പർ ഡിസ്പ്ലേ. ഇപ്പോഴത്തെ LED പേപ്പർ ഡിസ്പ്ലേ ഒരുപാട് വരുന്നുണ്ട് സാംസങ്ങിനൊക്കെ. അത് ഭയങ്കര റിസ്ക്കാണ്. അത് താഴെ വെച്ചിട്ട് തന്നെ നമ്മൾ ഗം റിമൂവ് ചെയ്യണം. എന്നതിന് ശേഷം നല്ല വൃത്തിക്ക് ഗമ്മ് ക്ലീൻ ചെയ്യുക. LCD ആയതുകൊണ്ട് നമ്മൾ ടിന്നർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം ഫാൾക്ക യൂസ് ചെയ്യുക. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് അമർത്താണ്ട് മെല്ലെ 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 ക്ലീൻ ചെയ്തെടുക്കുക. ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ്. അത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുക. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ക്യാമറേൻ്റെ ആ സൈഡിൽ നല്ല ഗമ്മുണ്ടാകും. അത് മസ്റ്റായിട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷമായിരിക്കും നമ്മളവിടെ ഗമ്മ് കാണുക. അപ്പോൾ അതുകൊണ്ട് ക്യാമറേൻ്റെ ആ ഭാഗം ഉള്ളിലുള്ള ഡിസ്പ്ലേൻ്റെ ഉള്ളിലായതുകൊണ്ട് അവിടെ പ്രത്യേക ഗമ്മ് കൊടുക്കും. എന്നതിന് ശേഷം ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ടച്ച് ഗ്ലാസ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്പ്ലേ ഒന്ന് ഇട്ടിട്ട് ചെക്ക് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സാധനം വെറുതെ നമ്മൾ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഡിസ്പ്ലേ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ പൈസയും പോയി, ആ മെഷീൻ്റെ മുകളിൽ ചിലവാക്കി ടൈം കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം യാതൊരു പ്രശ്നമില്ല, ടച്ച് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഗ്ലാസ് ഒട്ടിക്കുന്ന വീഡിയോ എന്നോട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ മെഷീനിൽ എടുക്കുന്ന വീഡിയോ ആണ് എടുത്തത്. അതായത് ഞാൻ ഇത് റീലാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെയാണ് ഞാനൊന്ന് ലോങ് ആയിട്ട് ഇടുമ്പോൾ കാരണം അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ ലോങ് ഇടാന്നുള്ളത് വെച്ചാൽ ഇതിപ്പോൾ എന്തായാലും ടച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പം ഞാൻ നേരെ ഇത് കഴിച്ചെടുത്ത് എന്നതിന് ശേഷം മെഷീനിൽ കൊണ്ടുപോയി ഗ്ലാസ് ഇട്ടതിന് ശേഷം പഞ്ച് ചെയ്ത് മെഷീനിൽ ബബിൾ റിമൂവ് ചെയ്തെടുത്ത്. അതായത് പഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എന്നോട് എടുക്കാൻ വിട്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില വീഡിയോ എന്നോട് ഷോർട്ട് ഇതിൽ എടുക്കാൻ വിട്ടുപോയിക്കുന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും മറ്റേ പഞ്ച് ചെയ്ത് ബബിൾ റിമൂവ് ചെയ്ത് ഫുള്ള് സെറ്റാക്കി, യാതൊരു പ്രശ്നവുമില്ല, എല്ലാം സെറ്റാണ്. ഇനി അതിന് ശേഷം നമ്മൾ സൈഡ് കൂടി ഗമ്മ്, അതായത് ചില ആൾക്കാർ ഡിസ്പ്ലേയിലിടും, ചില ആൾക്കാർ ഫ്രെയിമിലിടും. ഞാൻ ഡിസ്പ്ലേൻ്റെ മുകളിൽ അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് തുർത്തിയൊന്നും വരില്ല പുറത്തേക്ക്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ എന്തായാലും ഫുള്ള് ഗമ്മൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി എന്നതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഈ മുകളിലത്തെ ഒരു പേപ്പർ പോലത്തെ സാധനങ്ങൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലത് ഒരുമാതിരി ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം പറിച്ച് ഫുള്ള് തുടച്ച് ക്ലീനാക്കി അതിൻ്റെ ബാക്കത്തെ സാധനം കാര്യങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് എന്നതിന് ശേഷം അതിൻ്റെ ബോഡിയും കൂടി മറ്റേ ഗമ്മൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി പാക്ക് ചെയ്തെടുക്കുക. ഇതിലും ഞാൻ മറ്റേ ജസ്റ്റ് ഓൺ ആക്കുന്ന വീഡിയോ മാത്രമേ ഇപ്പോൾ എടുത്തത്, അതായത് ചെക്ക് ചെയ്യുന്ന വീഡിയോ എന്നോട് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്, ഫുള്ള് സെറ്റായിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരിക്കുന്നു, വീഡിയോ ഉപകാരപ്പെടുന്നവരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.